أعوذ بالله له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا. ബഹുമാന്യനായ അധ്യക്ഷൻ, പണ്ഡിതന്മാരെ, രക്ഷിതാക്കളെ, സഹപ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, സുപ്രധാനമായ ഒരു പഠന സെഷനിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നമുക്ക് കണ്ണുചേരാൻ സാധിച്ചിട്ടുള്ളത്. ഈ വിശുദ്ധമായ ദിനങ്ങളിൽ, ദുൽഹജ്ജ് 10 വരെയുള്ള പുണ്യദിനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശ്രമത്തെ നമ്മുടെ അമലുകൾ മാത്രം ബാക്കിയുണ്ടാകുന്ന ആഖിറത്തിൽ വലിയ പ്രതിഫലമായി നമുക്ക് തിരിച്ചു നൽകുന്ന അമലായി നമ്മിൽ നിന്നും കബൂൽ ചെയ്യുമാറാകട്ടെ. സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്സഹായരായി ഈ ലോകത്തേക്ക് പറഞ്ഞയച്ച നാം ഇങ്ങോട്ടൊന്നും കൊണ്ടുവന്നിട്ടില്ല. സകല അനുഗ്രഹങ്ങളും ലോകത്തിൻ്റെ സ്രഷ്ടാവിൽ നിന്ന് മാത്രം. ഈ അനുഗ്രഹങ്ങളെ സമീപിക്കുന്നതിൽ ബുദ്ധിയും ചിന്തയും, അതുകൊണ്ട് തന്നെ നന്മതിന്മകൾ വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള കഴിവും മനുഷ്യന് നൽകി. ആ മനുഷ്യൻ മറ്റ് ജീവജാലങ്ങളിൽ നിന്നും തീർത്തും വ്യത്യസ്തനാണ്. ലോകത്തിൻ്റെ സ്രഷ്ടാവ് മരണാനന്തരം ഒരു ജീവിതം എനിക്കും നിങ്ങൾക്കും നിശ്ചയിച്ചു. അത്തരമൊരു ജീവിതം ഇല്ലായിരുന്നുവെങ്കിൽ ഇത്തരമൊരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കേണ്ട ആവശ്യവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ മരണാനന്തര ജീവിതത്തിൽ വിജയിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. ഈ ലോക ജീവിതം നൈമിഷികമാണ്. അതുകൊണ്ട് അനന്തമായ യഥാർത്ഥ ജീവിതത്തിൽ നമുക്ക് രക്ഷപ്പെടണം. ആ രക്ഷപ്പെടാൻ എൻ്റെയും നിങ്ങളുടെയും ബുദ്ധിയിൽ നിന്ന് എടുക്കുന്ന ഒരു സന്ദേശമല്ല വേണ്ടത്. കാരണം മനുഷ്യർ പരിമിതരാണ്. അവരിലുണ്ടാകുന്ന ആശയങ്ങൾക്കും പരിമിതിയുണ്ട്. അതുകൊണ്ടാണ് മനുഷ്യ നിർമ്മിത പ്രത്യയശാസ്ത്രങ്ങൾ എല്ലാം ലോകത്ത് പരാജയത്തിൻ്റെ കയ്പുനീര്, അവസാനം മുതലാളിത്തവും കുടിക്കേണ്ടി വന്നത്. അവിടെയാണ് ലോകത്തിൻ്റെ സ്രഷ്ടാവ് തന്നെ സൃഷ്ടികളായ നമുക്ക് വിജയിക്കുവാനുള്ള സന്ദേശം നൽകണം. ഫഇമ്മാ യഅതിയന്നകും മിന്നീ ഹുദൻ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. എന്നിൽ നിന്നുള്ള സന്മാർഗം, നേർമാർഗം നിങ്ങൾക്ക് വന്നുപെട്ടാൽ, ആ നേർമാർഗത്തെ, സന്മാർഗത്തെ ആരെങ്കിലും പിൻപറ്റിയാൽ അവർ ഭയപ്പെടേണ്ടതില്ല, അവർ വ്യസനിക്കേണ്ടതില്ല. ആ സന്ദേശത്തിൻ്റെ പേരാണ് ഇസ്ലാം. ആദം നബി അലൈഹിസ്സലാം മുതൽ ഈ ലോകത്തുള്ള ആ ഇസ്ലാമിൻ്റെ സന്ദേശം വേദഗ്രന്ഥങ്ങളിലൂടെ, പ്രവാചകന്മാരിലൂടെ തുടർന്ന് അവസാനം ഇനിയൊരു വേദഗ്രന്ഥത്തിൻ്റെ ആവശ്യമില്ലാത്ത തരത്തിൽ, ഇനിയൊരു പ്രവാചകൻ്റെ ആവശ്യമില്ലാത്ത തരത്തിൽ വിശുദ്ധ ഖുർആനിലൂടെയും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിലൂടെയും നമ്മിലേക്ക് വന്നുപെട്ടു. ആ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമത്ത് നാൾ വരെയുള്ള ജനങ്ങളിലേക്കുള്ള പ്രവാചകൻ, വിശുദ്ധ ഖുർആൻ അവസാന നാൾ വരെയുള്ള ജനങ്ങളിലേക്കുള്ള വേദഗ്രന്ഥം. ഈ വേദഗ്രന്ഥവും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട ഞാനും നിങ്ങളും അതെങ്ങനെ പഠിക്കണം, എങ്ങനെ മനസ്സിലാക്കണം, എങ്ങനെ ജീവിതത്തിൽ പകർത്തണമെന്ന് ഖുർആൻ തന്നെ പഠിപ്പിച്ചു, ഹദീസ് തന്നെ പഠിപ്പിച്ചു. അതാണ് 4-ാം അധ്യായമായ സൂറത്തുൻ നിസായിലെ 115-ാമത്തെ ആയത്തിലൂടെ വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ. സന്മാർഗം വ്യക്തമായതിനു ശേഷം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ധിക്കാരം പ്രവർത്തിക്കുകയും അതേപോലെ തന്നെ സത്യവിശ്വാസികളുടേതല്ലാത്ത മാർഗത്തെ നാം സ്വീകരിക്കുകയും ചെയ്താൽ നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം, അവർ തിരിഞ്ഞെടുത്തേക്ക് തിരിച്ചു കളയും, നരകത്തിലിട്ട് കരിച്ചു കളയും. അതെത്ര മോശപ്പെട്ട സങ്കേതം. അതുകൊണ്ട് ഖുർആൻ പഠിക്കേണ്ടതെങ്ങനെ, ഹദീസ് പഠിക്കേണ്ടതെങ്ങനെ ഖുർആൻ തന്നെ പഠിപ്പിക്കുന്നു. ഹദീസിലൊട്ടേറെ പരാമർശങ്ങൾ കാണാം. മാ അന അലൈഹി വ അസ്ഹാബി, മാ അന അലൈഹിൽ യൗമ വ അസ്ഹാബി, ഞാനും എൻ്റെ സ്വഹാബത്തും ഇന്ന് ഏതൊരു രൂപത്തിലാണോ ആ രൂപം. അപ്പോൾ ഖുർആനും ഹദീസും അതിൻ്റെ ടെക്സ്റ്റുകൾ മാത്രമല്ല, അതിൻ്റെ ആശയവും പൂർത്തിയായി കഴിഞ്ഞു എന്നർത്ഥം. അതുകൊണ്ട് തന്നെ ഖുർആനും ഹദീസും ഓരോരുത്തരും ഡിക്ഷണറി വെച്ച് അവരുടെ ചിന്തക്കനുസരിച്ച് വ്യാഖ്യാനിക്കാൻ പാടില്ല എന്നത് എൻ്റെയും നിങ്ങളുടെയും ചിന്തയല്ല, മറിച്ച് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതാണ്, ഹദീസ് പഠിപ്പിച്ചതാണ്. ആരുടെ? അതെ, അവിടെ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞ ആ മുഅ്മിനുകളുടേതല്ലാത്ത മാർഗം എന്നത് ഞാനും നിങ്ങളും മുഅ്മിനുകളാകാൻ ആഗ്രഹിക്കുന്നു. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. എന്നാൽ അള്ളാഹു യാ അയ്യുഹല്ലദീന ആമനു എന്ന് വിളിച്ച
ആ മുഅ്മിനുകൾ സ്വഹാബികളാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒന്നാമത്തെ തലമുറ, സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, പിന്നെ അതിൻ്റെ അടുത്തത് ആ 3 തലമുറ, അവർക്കാണ് യഥാർത്ഥത്തിൽ ഒന്നാമത്തെ ക്ലാസ്സിൽ നാം മനസ്സിലാക്കിയതുപോലെ സലഫ്, മുൻകഴിഞ്ഞു പോയവർ എന്ന് പറഞ്ഞത്. അവർ എങ്ങനെയാണോ വിശുദ്ധ ഖുർആനിനെയും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയും മനസ്സിലാക്കിയത്, അങ്ങനെ തന്നെ മനസ്സിലാക്കണം. അതാണ് യഥാർത്ഥത്തിൽ സലഫുകളുടെ മാർഗം. അതൊരു പ്രമാണമല്ല. പ്രമാണങ്ങളെ എങ്ങനെ സ്വീകരിക്കണമെന്ന രീതിശാസ്ത്രമാണ്, പ്രമാണങ്ങളെ എങ്ങനെ പ്രായോഗികവൽക്കരിക്കണമെന്ന് ഉള്ള മാതൃകയാണ് യഥാർത്ഥത്തിൽ സലഫിൻ്റെ മാർഗം, സലഫി മൻഹജ് എന്നൊക്കെ പറയുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലും നമ്മുടെ കേരളത്തിലുമൊക്കെ ആദ്യകാലം മുതൽ തന്നെ പരിശുദ്ധ ഇസ്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ആ ഇസ്ലാമിലേക്ക് വ്യതിയാന ചിന്തകൾ കടന്നു വന്ന് മുസ്ലിമീങ്ങൾ ഇസ്ലാമിൻ്റെ ഐഡൻറ്റിറ്റി പോലും നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോൾ പരിഷ്കരണ പ്രവർത്തനങ്ങൾ അഥവാ ഖുർആനിലേക്കും സുന്നത്തിലേക്കുമുള്ള തിരിച്ചുവിളി, സലഫിൻ്റെ മാർഗമനുസരിച്ച് മുന്നോട്ട് പോകണം എന്ന നിരന്തരമായ ആഹ്വാനങ്ങൾ നടന്നുകൊണ്ടിരിക്കും. അതിൻ്റെ ഭാഗമാണ് യഥാർത്ഥത്തിൽ ഉള്ള ഇസ്ലാമിൻ്റെ വൃത്തികേടുകൾ ഒഴിവാക്കി അത് ശുദ്ധീകരിക്കുവാനുള്ള പരിശ്രമങ്ങളുടെ ഫലമാണ് 1920കളിൽ നമ്മുടെ നാട്ടിലുണ്ടായിത്തീർന്ന പരിശ്രമങ്ങൾ. ആ പരിശ്രമങ്ങളുടെ ഭാഗമായി കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന സംഘടനയുടെ രൂപീകരണവും, അങ്ങനെ ഖുർആനും സുന്നത്തും എങ്ങനെ പഠിക്കണമെന്ന് സലഫിൻ്റെ മാർഗമനുസരിച്ച് എന്ന് ഭരണഘടനയിൽ തന്നെ എഴുതിക്കൊണ്ട് ശക്തമായി മുന്നോട്ട് പോകുമ്പോൾ പാരമ്പര്യത്തിൻ്റെ പേര് പറഞ്ഞ് ഈ പറഞ്ഞ ഖുർആനും ഹദീസും സലഫിൻ്റെ മാർഗത്തിലൂടെ സ്വീകരിച്ചാൽ പാരമ്പര്യമായി അനുഷ്ഠിച്ചു വരുന്ന കാര്യങ്ങളിൽ മാറ്റം വരുത്തേണ്ടി വരും എന്ന് വന്നപ്പോൾ തങ്ങളുടെ പാരമ്പര്യത്തിന് പ്രാധാന്യം നൽകുകയും ഏറ്റവും വലിയ പാരമ്പര്യത്തിന് അവഗണിക്കുകയും ചെയ്തുകൊണ്ട് ഒരു വലിയ പ്രയാസം കേരളത്തിലെ ഇസ്ലാമിക പ്രബോധന രംഗത്തുണ്ടായി. അതിൻ്റെ പ്രതിഫലനം എന്തായിരുന്നു? ഖുർആനിനെയും ഹദീസിനെയും സലഫ് മനസ്സിലാക്കുന്ന മാർഗത്തിൽ നിന്ന് വ്യാഖ്യാനിക്കുന്നതിന്, വിശദീകരിക്കുന്നതിന് പകരം സ്വന്തം വ്യാഖ്യാനങ്ങൾ കൊടുത്തപ്പോൾ പടച്ച കക്ഷിയായ ശിയാക്കളും അതുപോലെ തന്നെ ഖവാരിജുകളുമൊക്കെ ഏതൊരു വ്യാഖ്യാനം നൽകിയും അതേ വ്യാഖ്യാനം നൽകിക്കൊണ്ട് വിശുദ്ധ ഖുർആനെ ദുർവ്യാഖ്യാനിച്ച് അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാം എന്ന് ഫത്വ കൊടുക്കുന്നിടത്ത്, വാദപ്രതിവാദങ്ങളിൽ പോലും അത് സമർത്ഥിക്കുന്നിടത്ത് എത്തിയ സന്ദർഭത്തിൽ അതേ ഫസയറാ ഇഖ്തിലാഫൻ കസീറാ, ധാരാളക്കണക്കിന് അഭിപ്രായ വ്യത്യാസങ്ങൾ കാണുമെന്ന ഹബീബായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനം അത് മനസ്സിലാക്കിയ പണ്ഡിതന്മാർ സ്വസമൂഹത്തോടുള്ള സ്നേഹം കൊണ്ട്, ഗുണകാംക്ഷ കൊണ്ട് സ്വന്തം ഉപ്പയും ഉമ്മയും അനിയനും ജ്യേഷ്ഠനും അളിയനും അയൽവാസിയും നാട്ടുകാരും മഹല്ലുകാരും നരകത്തിൽ പോകരുതല്ലോ എന്ന് കരുതിക്കൊണ്ട് സലഫിൻ്റെ മാർഗം മുറുകെ പിടിച്ചുകൊണ്ട് ആ ആയത്തിൻ്റെ അർത്ഥം അങ്ങനെയല്ല, ആ ആയത്തോതിയ റസൂലുള്ളയും അത് കേട്ട സ്വഹാബത്തും അതിനെ മനസ്സിലാക്കിയത് അങ്ങനെയല്ല എന്ന് പറഞ്ഞ് ജനങ്ങളെ സംസ്കരിച്ചു. അങ്ങനെ നല്ലൊരു ശുദ്ധീകരണം നടന്ന് ഈ യഥാർത്ഥ പാതയിലേക്ക് തിരിച്ചു വിളിക്കുമ്പോൾ വമ്പിച്ച റിസൾട്ടുകൾ ഉണ്ടായി. പക്ഷേ ഇസ്ലാമിക പ്രബോധനം എന്ന് പറയുന്നത് പൂവമ്പഴം പോലെ ഇരിഞ്ഞെടുക്കുന്ന അത്ര എളുപ്പമല്ല. കാരണം ഇബ്ലീസ് ജീവിച്ചിരിക്കുന്നു. അവൻ പടച്ചവനോട് ദുആ ചെയ്തു, അൻളിർനി ഇലാ യൗമി യുബ്അസൂൻ, ഖിയാമത്ത് നാൾ വരെ എനിക്ക് ദീർഘായുസ് തരണം. പടച്ചവന്റെ മറുപടി ഉടൻ വന്നു, ഇന്നക മിനൽ മുൻളരീൻ, നീ അവധി നീട്ടപ്പെട്ടവരിൽപ്പെട്ടവനാണ്. അവൻ ഇവിടെ സജീവമായി നിലനിൽക്കുന്നു. അതുകൊണ്ട് ഈ ഒരു പ്രശ്നത്തിൽ വാദപ്രതിവാദങ്ങളും ഖണ്ഡനങ്ങളും വായലുകളും ഒക്കെ നടന്നുകൊണ്ടിരിക്കെ തന്നെ വീണ്ടും കേരളത്തിലെ പ്രവർത്തന രംഗത്ത് ലാ ഇലാഹ ഇല്ലല്ലയിൽ തന്നെ പ്രശ്നമുണ്ടായി. ആ ലാ ഇലാഹ ഇല്ലല്ലയുടെ അർത്ഥം പറയുന്നിടത്ത് അനുസരണം എന്നുകൂടി ഇബാദത്തിന് അർത്ഥം കൊടുക്കണമെന്ന് പറയുക വഴി ഇയ്യാക നഅ്ബുദു എന്നതിന് നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു എന്നതുപോലെ തന്നെ നിന്നെ മാത്രം ഞങ്ങൾ അനുസരിക്കുന്നു, നിനക്ക് മാത്രം ഞങ്ങൾ അടിമവേല ചെയ്യുന്നു എന്ന അർത്ഥം. യഥാർത്ഥത്തിൽ ആ ആശയമുള്ള ആളുകളും നമ്മളും തമ്മിൽ അതിൽ തർക്കമില്ല. അവരങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന കാര്യത്തിൽ അതിലവർ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. അതോടുകൂടി എന്തായി? അവിടെ വീണ്ടും ലാ ഇലാഹ ഇല്ലല്ലയുടെ അർത്ഥമാണ്
വികലമാക്കപ്പെട്ടത്. മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമികമല്ലാത്ത ഒരു ഭരണം നടത്തിയ ഇത് പറയുമ്പോൾ മുസ്ലിം അല്ലാത്ത നജ്ജാഷിയുടെ ഭരണത്തിൻ്റെ കീഴിലേക്ക് മക്കയിൽ പീഡനം സഹിച്ച മുസ്ലിമീങ്ങളെ അഭയം തേടി പറഞ്ഞയച്ചത് ഇസ്ലാമിക രാഷ്ട്രത്തിലേക്കല്ല, മാന്യനായ നജ്ജാഷി എന്ന അന്ന് അമുസ്ലിമായ ഭരണാധികാരിയുടെ അടുത്തേക്കായിരുന്നു. ഈ പ്രവാചകന്റെ ചെയ്തി തെറ്റാണെന്ന് പറയേണ്ടി വരും. ഈ തരത്തിലുള്ള അർത്ഥം കൊടുക്കൽ. അപ്പോൾ ഇസ്ലാമികമായ ഒരു സംവിധാനം, ഒരു ഭരണക്രമം ഉണ്ടെങ്കിലേ മതം പൂർത്തിയാകൂ എന്ന് പറയുമ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പൂർണ്ണ മുസ്ലിമല്ല എന്ന് പറയേണ്ട അവസ്ഥ വന്നപ്പോൾ വീണ്ടും നമുക്ക് പ്രശ്നമായി. വീണ്ടും നമ്മുടെ മുൻഗാമികളായ ആളുകൾക്ക് ഉത്തരവാദിത്വം കൂടി. ഒരു ഭാഗത്ത് ശിർക്കും കുഫ്റും ബിദ്അത്തും പ്രചരിപ്പിക്കുമ്പോൾ തന്നെ ഇവരെ ക്ലിയർ ചെയ്യാൻ, ഇവരുടെ ആശയത്തിൽ വന്ന തകരാറുകൾ അത് ശരിയാക്കി കൊടുക്കാൻ വമ്പിച്ച പരിശ്രമങ്ങൾ, ഖണ്ഡനങ്ങൾ, മണ്ഡനങ്ങൾ, പുസ്തകങ്ങൾ എല്ലാം എഴുതി ശുദ്ധീകരിച്ചു. ഈ നാട്ടിൽ തെറ്റിദ്ധരിച്ചു പോയ പലരെയും യഥാർത്ഥമായ പാതയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചു. ആ ഖണ്ഡനങ്ങളും മണ്ഡനങ്ങളും എഴുത്തുകളും തുറന്നുകൊണ്ടിരിക്കെ തന്നെ വീണ്ടും നമസ്കാരം 3 വഖ്ത് മതി എന്ന ഹദീസ് നിഷേധം ഇബാദത്തുകളുടെ നമസ്കാരത്തിന്റെ വഖ്തിനെ പോലും ബാധിക്കുന്ന തരത്തിൽ സി.എൻ. അഹമ്മദ് മൗലവിയെ പോലെ, ചേകനൂരിനെ പോലെയുള്ള ആളുകളുടെ വ്യതിയാന ചിന്തകൾ അക്കാലഘട്ടത്തിൽ പലരെയും സ്വാധീനിച്ചപ്പോൾ അവിടെയും വേണ്ടി വന്നു. 1969 വണ്ടൂരിൽ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നമസ്കാരത്തിന്റെ വക്തടക്കമുള്ള വിഷയങ്ങളിൽ ഇവിടെ വാദപ്രതിവാദം നടന്നു. ഇങ്ങനെ സഹോദരങ്ങളെ, നമ്മുടെ കഴിഞ്ഞു പോയ കാലഘട്ടം എടുത്തു നോക്കിയാൽ നിരന്തരമായ പ്രശ്നങ്ങൾ. കാരണം എന്താണ്? അഖീദയിൽ ഉറച്ചു നിന്നാൽ, മൻഹജിൽ ഉറച്ചു നിന്നാൽ, അഥവാ ഈമാനിൽ ഉറച്ചു നിന്നാൽ, ഇസ്ലാമിൽ ഉറച്ചു നിന്നാൽ സ്വർഗം കിട്ടും. ആ സ്വർഗം വിലപ്പെട്ടതാണ്. അതുകൊണ്ട് ആ വിലപ്പെട്ട സ്വർഗത്തിൽ നിന്നും മനുഷ്യനെ തടയുന്നതിന് വേണ്ടി നിരന്തരമായ പരിശ്രമങ്ങൾ ഉണ്ടായി. ആ പരിശ്രമങ്ങളിലെല്ലാം ആള് കുറഞ്ഞ കാലഘട്ടത്തിൽ ഇൽമ് കൈമുതലാക്കി അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ എന്ന ഏറ്റവും ശരിയായ ഇസ്ലാമിൻ്റെ ധാര കൈമുതലാക്കി, അഥവാ സലഫിയ്യത്ത് കൈമുതലാക്കി നമ്മുടെ മുൻഗാമികൾ മുന്നോട്ട് നീങ്ങി. ഞാനും നിങ്ങളുമൊക്കെ ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ 2002 കാലഘട്ടത്തിൽ ഈ പറഞ്ഞ അതേ വിഷയത്തിൽ ഖുർആനും ഹദീസും പഠിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്, സ്വീകരിച്ചാചരിക്കേണ്ടത് ഖുർആനും ഹദീസും പറഞ്ഞതുപോലെ തന്നെയാണ്. ആ രീതിശാസ്ത്രം സ്വീകരിക്കണം എന്ന് കൃത്യമായി പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെടുത്തി കൊടുത്തപ്പോൾ അന്ന് ഒരു വലിയ വിഭാഗം ആളുകൾ നേരത്തെ തന്നെ ഇതിന് വിരുദ്ധമായ ചിന്തകളിലൂടെ, അജണ്ടകളിലൂടെ വാർത്തെടുക്കപ്പെട്ട ഒരു സമൂഹ സൃഷ്ടി നടന്നു വരുന്നതിൻ്റെ ഒരു പ്രതിഫലനം കണ്ടുകൊണ്ട് അത് 5ാം മദ്ഹബാണ്, അത് ഗൾഫ് ഇറക്കുമതിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആനും ഹദീസും സ്വന്തമായി വ്യാഖ്യാനിക്കുക എന്ന ഏറ്റവും വലിയ കക്ഷിത്വത്തിൻ്റെ അവസ്ഥ നിലനിൽക്കാൻ ഇവിടെ വാദം നടന്നപ്പോൾ ശക്തമായ ആദർശ സമരം വേണ്ടി വന്നു. ആ ആദർശ സമരത്തിൽ വലിയൊരു ശുദ്ധീകരണം നടന്നു. ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലായി. ആ സന്ദർഭത്തിൽ ഏതുവരെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, നേരത്തെ പിന്തിരിഞ്ഞു പോയ, വാദപ്രതിവാദം നടത്തി നാം ആശയപരമായി പരാജയപ്പെടുത്തിയ ചേകനൂരിനെ, ആ ആശയത്തെ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം എന്നുവരെ 2002 നടന്ന ആ സംവാദങ്ങളുടെ ഫലമായുണ്ടായി. ചേകനൂരിനെ നവോത്ഥാന നായകനായി അംഗീകരിക്കണം എന്ന പുസ്തകം ഇന്നും ഇവിടെ നിലനിൽക്കുകയാണ്. 2002 ആശയപരമായി ഭിന്നിപ്പുള്ള സഹോദരങ്ങളുടെ യുവഘടകത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തിയാണ് ആ പുസ്തകം. അതാ പരാമർശങ്ങൾ എഴുതിയത്, പുസ്തകമല്ല, ആ പരാമർശങ്ങൾ അതിൻ്റെ ആദ്യത്തിൽ എഴുതിയതെന്ന് പറയുമ്പോൾ എത്രമാത്രം ഗൗരവപരമാണ് സഹോദരങ്ങളെ. കൂടുതൽ പഠിച്ചിട്ടില്ലാത്ത വിഷയങ്ങൾ വെച്ചുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന് നേരെ 2002 ശിർക്കാരോപണമുണ്ടായി. മരണപ്പെട്ടു പോയ AP അബ്ദുൽ ഖാദർ മൗലവി അടക്കമുള്ള ആളുകൾ ശിർക്ക് ചെയ്യുന്നവരാണ്, മൗലവി വിഭാഗക്കാർ മുശ്രിക്കുകൾ എന്ന് നമ്മൾ ആരിൽ ശിർക്കുണ്ടെന്ന് പറയുന്നു അവരുടെ പ്രസിദ്ധീകരണത്തിൽ പോലും ആ ഇന്റർവ്യൂ കൊടുത്തുകൊണ്ട് പ്രസിദ്ധീകരിക്കുന്ന അവസ്ഥയുണ്ടായി. ആ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിലും നേരത്തെയുള്ള
ശിർക്കും തൗഹീദും നമ്മളെ യുദ്ധം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ, അതേപോലെ തന്നെ ഹാക്കിമിയത്തുമായി ബന്ധപ്പെട്ട ദുർവ്യാഖ്യാനങ്ങൾക്കെതിരെയുള്ള സമരം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ തന്നെ പുതിയ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ഈ ശുദ്ധീകരണ പ്രക്രിയയിൽ നമ്മുടെ പണ്ഡിതന്മാരും നേതാക്കന്മാരും പ്രവർത്തകന്മാരും ശക്തമായി അണിനിരന്നു. അതിൻ്റെ പ്രതിഫലനമുണ്ടായി. എല്ലാ ആസൂത്രണങ്ങളെയും അവഗണിച്ചുകൊണ്ട് ജനങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി. അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്താണെന്ന് പഠിച്ചു, സലഫിയത്ത് എന്താണെന്ന് പഠിച്ചു. അങ്ങനെ മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലാണ് വീണ്ടും നമ്മൾ 2004 ഒരു സഹോദരൻ, ആ സഹോദരന് പെട്ടെന്ന് ഒരു ചിന്താമാറ്റം. അദ്ദേഹം ഒരു പുസ്തകത്തിലൂടെയാണ് അത് ചരിത്രമാക്കി മാറ്റിയത്. സംഘടന തിന്മയാണ്, നമുക്കത് വേണ്ട. അതിൽ മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു ഹദീസ് ഇസ്ലാമിക പണ്ഡിതന്മാർ, അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാർ സംഘടന വേണം എന്നതിന് തെളിവാക്കി ഉദ്ധരിച്ച അതേ ഹദീസ് ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് സംഘടന തിന്മയാണ് എന്ന് പറയാൻ ഈ ഹദീസിനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് വന്നപ്പോൾ കുറെ ചെറുപ്പക്കാർ ആ ദുർവ്യാഖ്യാനത്തിൽ പെട്ടുപോകുമെന്ന് കണ്ടപ്പോൾ ഇല്ലാത്ത ശിർക്ക് ആരോപിച്ച് പ്രസ്ഥാനത്തെ മുഴുവനും അവഹേളിക്കുന്ന പ്രവർത്തനം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ, അപ്പുറത്ത് നേരത്തെ തുടങ്ങി വെച്ച ശിർക്കിനെതിരെയുള്ള പ്രബോധനം നടക്കുമ്പോൾ, അതിൻ്റെ ഇടക്ക് ഇവിടെയും ഇവിഷയത്തിലും ഈ വേദിയിലുള്ള ബഹുമാന്യനായ അബൂബക്കർ സലഫി അടക്കമുള്ള, അള്ളാഹു എല്ലാവർക്കും പ്രതിഫലം നൽകുമാറാകട്ടെ, കൃത്യമായ മറുപടി. ഏതൊക്കെ ശാഖയിൽ ഈ ഹദീസ് ദുർവ്യാഖ്യാനം ചെയ്തിട്ടുണ്ടോ, ഹബീബിന്റെ ഹദീസ് ഞങ്ങൾ സംരക്ഷിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ശക്തമായ ഒരാശയ സമരം നടത്തേണ്ടി വന്നു. പക്ഷേ ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ, ഇങ്ങനെ ഹദീസ് ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് തെളിയുമെന്ന് കണ്ടപ്പോൾ അവരോട് പറഞ്ഞത്, എല്ലാവരും ഇൽമു സ്വീകരിക്കരുത്, ഇവിടെ പണ്ഡിതന്മാരില്ല, അതുകൊണ്ട് അബൂബക്കർ സലഫിയുടെ CD കേൾക്കാൻ പറ്റൂല, ഇവിടുത്തെ പണ്ഡിതന്മാരെ CD ഒന്നും കേൾക്കാൻ പറ്റൂല. അങ്ങനെ തഖ്ലീദിന്റെ മുജാഹിദ് പ്രസ്ഥാനം തകർത്ത് തരിപ്പണമാക്കിയ തഖ്ലീദിന്റെ ഒരു ശൈലിയിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം 2004 സംഭവിച്ചപ്പോൾ അതിനെയും എല്ലാ പ്രവർത്തനങ്ങളോടും ഒപ്പം എതിർക്കേണ്ടി വന്നു. അങ്ങനെ ശുദ്ധീകരണ പ്രക്രിയ ശക്തമായി നടന്ന് ഇസ്ലാം കൂടുതൽ പുറത്തും ഉള്ളിലും, അതേ പുറത്ത് ചർച്ച ചെയ്തത് ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും, നിങ്ങൾ അള്ളാഹുവിനെ സഹായിച്ചാൽ അള്ളാഹു നിങ്ങളെ സഹായിക്കും. അതുകൊണ്ട് ഉള്ളിലുള്ള ആളുകൾക്ക് വ്യതിയാനം വരുത്തുമ്പോൾ പേടിക്കണ്ട, വലിയൊരു സമൂഹം പുറത്ത് കിടക്കുന്നുണ്ട്, ക്ഷണിക്കൂ അവരെ ഇസ്ലാമിലേക്ക്. പൊതുവെ മുസ്ലിമീങ്ങളെയും അമുസ്ലിങ്ങൾക്കുമൊക്കെ ഇസ്ലാമിൻ്റെ ദഅവത്തെത്തുക എന്ന വമ്പിച്ച പ്രവർത്തനം, സാൽവേഷൻ പോലെയുള്ള, അള്ളാഹു എല്ലാവർക്കും പ്രതിഫലം നൽകുമാറാകട്ടെ, കോഴിക്കോടിൻ്റെ ചരിത്രത്തിൽ ലോകത്തിന് മാതൃകയായ സാൽവേഷൻ പിന്നീട് എറണാകുളത്തും നടന്നു. ആ സാൽവേഷൻ പോലെയുള്ള പ്രവർത്തനങ്ങളിലൂടെ ആയിരുന്നു ആ പ്രതിസന്ധിയെ നേരിടാൻ നാം ശ്രമിച്ചത്. പക്ഷേ സാൽവേഷൻ ബിദ്അത്താണ് എന്നതായിരുന്നു ഒരു ഭാഗത്ത്. മറുഭാഗത്ത് സാൽവേഷന്റെ പ്രവർത്തനം നടത്തുന്ന ആളുകൾ ശിർക്കിന്റെ ആളുകളാണെന്ന ശിർക്കാരോപണമായിരുന്നു മറുഭാഗത്ത്. അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് നാം ശക്തമായി മുന്നോട്ട് പോയി. അങ്ങനെ 2012 കാലഘട്ടം എത്തുന്ന സന്ദർഭത്തിൽ മാതൃസംഘടന എന്ന നിലക്ക്, കേന്ദ്രം എന്ന നിലക്ക്, ആൾക്കൂട്ടം എന്ന നിലക്ക്, ഔദ്യോഗികം എന്ന നിലക്ക് ഒരു ഭാഗത്ത് ഉറച്ചു നിന്നെങ്കിലും 4-5 വർഷക്കാലത്തെ കൃത്യമായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെ കുറിച്ചുള്ള പഠനം വന്നപ്പോൾ തങ്ങളുടെ മനസ്സിലുള്ള തെറ്റായ ആശയങ്ങൾ എതിർക്കപ്പെടുന്നത് കണ്ടപ്പോൾ വീണ്ടും ഒരു ശുദ്ധീകരണത്തിൻ്റെ മേഖല തുറക്കപ്പെട്ടു. അതിൻ്റെ ഭാഗം തന്നെയായിരുന്നു നേരത്തെ ആരോപിക്കപ്പെട്ട ശിർക്കാരോപണം. ആ ശിർക്കാരോപണം 2013 ജൂൺ മാസത്തിൽ അങ്ങ് കായബാലയത്തിൻ്റെ അടുത്ത് വെച്ച് ആ ഉന്നയിച്ചവരുടെ നേതാവ് അവിടെ വെച്ച് അത് തിരുത്തി. മാത്രമല്ല, മുജാഹിദുകളിൽ ആരും തന്നെ, മുജാഹിദുകളിൽ ഒരു വിഭാഗവും തൗഹീദിന്റെ വിഷയത്തിൽ ഒരു കുറവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട്, മരിക്കും മുമ്പ് നമുക്കൊന്നാകണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് 10 കൊല്ലക്കാലം ശിർക്കാരോപിച്ചവരുടെ നേതാവ് തന്നെ അത് തിരുത്തിയെങ്കിലും ചവറ്റുകൊട്ടയിലേക്ക് എറിഞ്ഞ അതെടുത്തുകൊണ്ട് വീണ്ടും മാതൃസംഘടന എന്നതിന്റെ ലേബൽ ഉപയോഗിച്ചുകൊണ്ട് ശിർക്കാരോപണം പുറത്തു വന്നു. അതിനുവേണ്ടി കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ചരിത്രത്തിൽ ആദ്യമായി മൻഹജുസ് സലഫിനെ ധിക്കരിച്ചുകൊണ്ട് ലോകത്ത് അഹ്ലുസുന്ന നിലനിർത്തിയിട്ടുള്ള പാരമ്പര്യത്തെയും ആ പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായ ഹക്കിനെയും തെന്നിമാറ്റിക്കൊണ്ട് ഒരു ഫത്വ പുറപ്പെടുവിക്കുകയും ഈ ഫത്വയെ അംഗീകരിക്കാത്തവർ മുഴുവനും മാറി നിൽക്കണം എന്ന് പറയുകയും അങ്ങനെ ഒരു പ്രതിസന്ധി രൂപപ്പെട്ടു. ആ പ്രതിസന്ധിയും ഏറ്റവും
ഏറ്റവും നല്ല രൂപത്തിൽ കേരളത്തിലെ പക്വമതികളായ മുജാഹിദ് പ്രവർത്തകർ സ്വീകരിച്ചു. അവർ നേരെ സ്ഥാപനങ്ങളിൽ പ്രശ്നമുണ്ടാക്കാൻ പോയില്ല, നാടായ നാടുകളിൽ മുഴുവനും കേസ് കൊടുക്കാൻ പോയില്ല. മറിച്ച് സ്വാഭാവികമായും സംഭവിക്കേണ്ടുന്ന, ചരിത്രത്തോട് ചെയ്യേണ്ട നീതിയുടെ ഭാഗമായി, മുൻഗാമികളായ ആളുകൾ ഉണ്ടാക്കിയ സ്ഥാപനങ്ങൾ നിലനിൽക്കേണ്ടതിൻ്റെ ഭാഗമായുള്ള നിയമ നടപടികൾ ഒരു ഭാഗത്ത് സ്വീകരിച്ചെങ്കിലും എവിടെയും പോലീസ് സ്റ്റേഷൻ പ്രശ്നങ്ങളും ഒന്നുമില്ലാതെ തന്നെ അതിശക്തമായ ദഅവത്തുമായി നാം മുന്നോട്ട് പോവുകയായിരുന്നു. ആ സന്ദർഭത്തിൽ ആ മാതൃസംഘടന KM മൗലവി രൂപീകരിച്ച KNM, ആ KNMനെ തെറ്റിമാറ്റിയിട്ടാണ് മറ്റൊരു തരത്തിലുള്ള ആശയം കൊണ്ടുവരാൻ ശ്രമിച്ചത്. നമുക്കെല്ലാവർക്കും അറിയാം. ഇതുവരെ ഈ ഘട്ടം വരെ സംഘടനയോടൊപ്പം ആദർശമുണ്ടായിരുന്നുവെങ്കിൽ 2012 എത്തിയപ്പോൾ ആദർശം മറുഭാഗത്തും സംഘടന ഒരു ഭാഗത്തുമായി മാറി. അതായിരുന്നു 2012 പ്രത്യേകത. അങ്ങനെ ആദർശം ഉയർത്തിപ്പിടിച്ച മുജാഹിദുകൾ കേരളത്തിൽ ആദർശപരമായ ഒരു പടയോട്ടം തന്നെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പുറത്താക്കപ്പെട്ടവരിൽ ബഹുമാന്യനായ KK സക്കരിയ സ്വലാഹി അവറുകളും ഉണ്ടായിരുന്നു. അദ്ദേഹം ആ വിഷയം പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ വിശദീകരണ യോഗങ്ങൾ വ്യാപകമായി സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ 2013 മാർച്ച് മാസം 2-ാം തീയതി അതെ, നമുക്ക് KNMന്റെ വേദികൾ ഉപയോഗിച്ചുകൂടാ, അതുകൊണ്ട് അവിടെ ഒരു സമരത്തിന് പോയി ബാനർ വെച്ചു, അത് പോലീസ് എടുപ്പിച്ചു. അതിലൊന്നും പോകണ്ട, ഇവിടെ ഒരു വെള്ളക്കടലാസ് കൊടുത്താൽ പോലീസ് പെർമിഷൻ തരണം, സംഘടന പോലും രൂപീകരിക്കേണ്ടതില്ല. അതുകൊണ്ട് തന്നെ നമുക്കൊരു കൂട്ടായ്മ വേണം. അങ്ങനെയാണ് 2013 മാർച്ച് 2-ാം തീയതി കോഴിക്കോട് വെച്ച് കോർഡിനേഷൻ സമിതി രൂപീകൃതമാകുന്നത്. ആ കോർഡിനേഷൻ സമിതിയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയി 6 മാസത്തിനിടെ തന്നെ ബഹുമാന്യനായ സക്കരിയ സ്വലാഹിക്ക് വിരുദ്ധമായ ചില ചിന്തകൾ വന്നു. ആ ചിന്തകൾ വരുമ്പോൾ മുജാഹിദുകൾക്കൊരു പ്രത്യേകതയുണ്ട്. ഒരു സംഘടനാ സംവിധാനത്തെ ഉപയോഗിച്ചുകൊണ്ട് ഖുർആനിനും ഹദീസിനും എതിരായ ഒരു ആശയം സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ KNM അല്ലേ, ഔദ്യോഗികമല്ലേ, സംഘടനയല്ലേ, ഇതൊന്നും മുജാഹിദുകൾ പരിഗണിച്ചില്ല. ആദർശമുണ്ടോ, ഖുർആൻ അവിടെയുണ്ടോ, ഹദീസ് അവിടെയുണ്ടോ, KM മൗലവി പഠിപ്പിച്ച പ്രതിജ്ഞാവാചകത്തിന് അനുകൂലമാണോ പരിശോധിച്ചു. അല്ലെന്ന് കണ്ടപ്പോൾ സംഘടനാ തഖ്ലീദ് ഒഴിവാക്കിയ മുജാഹിദുകൾ ഈ ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്ന ചിന്തകൾ അത് സ്വാഭാവികമായും ചർച്ച ചെയ്യപ്പെട്ടു, വേദികളിൽ ചർച്ച ചെയ്യപ്പെടുകയും പിന്നീട് അതിൻ്റെ ഒരു ചുരുക്കം പറഞ്ഞാൽ അദ്ദേഹം ഒരു കത്ത് തയ്യാറാക്കി. എന്താണ് വിയോജിപ്പ് എന്ന് വ്യക്തമായി രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു കത്ത് തയ്യാറാക്കി. അതെ, ഇന്നത്തെ രൂപത്തിലുള്ള സംഘടനാ സംവിധാനങ്ങൾ വേണ്ട, ഓരോ പ്രദേശത്തും ഓരോ പണ്ഡിതൻ, ഒരു പണ്ഡിത സഭയും, ഈ പ്രദേശങ്ങൾ തമ്മിൽ ബന്ധമൊന്നും വേണ്ട. അങ്ങനെ ഈ സംവിധാനം ഒഴിവാക്കിയിട്ട് പണ്ഡിതന്മാർ മാത്രം നേതൃത്വം നൽകുന്ന സംവിധാനം മതി. പക്ഷേ അദ്ദേഹത്തോടൊപ്പമുള്ള പണ്ഡിതന്മാർ ഒരാൾ പോലും അതിനെ അംഗീകരിച്ചില്ല. അദ്ദേഹം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എനിക്കൊരു ഫത്വ കിട്ടണം, ഈ കത്ത് ഞാൻ എഴുതിയ ഈ ആശയം ഞാൻ ചോദിക്കട്ടെ. അതേ, നിങ്ങൾ ചോദിച്ചോളൂ, എന്നിട്ട് അത് എന്താണോ മറുപടി നമുക്കൊന്നിച്ച് ചർച്ച ചെയ്യാം. ചോദിച്ചതായി ഇതുവരെ അറിയില്ല, മറുപടി കിട്ടിയതായും അറിയില്ല. പക്ഷേ ആ ചോദിക്കുന്നതിന് മുമ്പ്, മറുപടി കിട്ടുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ കൈകളിലൂടെ തന്നെ പൊതുവെ വിതരണം ചെയ്യണ്ട എന്ന് തീരുമാനിച്ചിരുന്നുവെങ്കിലും അത് വ്യാപകമായി ഈ നാട്ടിൽ വിതരണം ചെയ്യപ്പെട്ടു. 2013 നവംബർ 28-ാം തീയതിയാണ് അദ്ദേഹം ആ കത്തിൻ്റെ വിഷയം പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇറങ്ങിപ്പോകുന്നത്. അതോടുകൂടി ആ കത്ത് വിതരണം ചെയ്തു. അതുകൊണ്ട് തന്നെ എന്തായിരുന്നു വിഷയമെന്ന് പഠിക്കാൻ താല്പര്യമുള്ള എല്ലാവർക്കും ഇന്ന് ആ കത്ത് ലഭ്യമാണ്. മറ്റൊരു പ്രത്യേകത, വിചിന്തനം അത് പ്രസിദ്ധീകരിച്ചു ആഘോഷപൂർവം, ശബാബ് അത് പ്രസിദ്ധീകരിച്ചു ആഘോഷപൂർവം. അഥവാ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഒരു ചിന്താധാരയുമായി, ചില ആശയങ്ങളുമായി വേറൊരു വിഭാഗം ഉണ്ടായിട്ടുണ്ട് എന്നതിന് ഏറ്റവും വലിയ സാക്ഷ്യപത്രം ശബാബും വിചിന്തനവുമായി മാറി. അദ്ദേഹം അന്ന് പറഞ്ഞത് ഇത്തരം ചില കാര്യങ്ങളായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇതല്ലാത്ത ചില കാര്യങ്ങൾ കൂടി ഉണ്ടായിരുന്നു എന്ന് അടുത്ത ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാവുകയായിരുന്നു. കാരണം ഇവിടെ ആദ്യമായി തള്ളിയത് 1950 വരെ കേരളത്തിൽ പണ്ഡിത സംഘടന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിന് നേതൃത്വം കൊടുത്തത് മഹാനായ KM മൗലവിയെപ്പോലെ, അബ്ദുസ്സലാം മൗലവിയെ പോലെയുള്ള ആളുകളായിരുന്നു.
അവരുടെ തീരുമാനമാണ്. പണ്ഡിതന്മാർ മാത്രം പോരാ, മറിച്ച് സാധാരണക്കാരിലേക്ക്, ബഹുജനങ്ങളിലേക്ക്, വിദ്യാർത്ഥികളിലേക്ക്, അതേപോലെ തന്നെ സ്ത്രീകളിലേക്ക് ഇതെത്തണം. അങ്ങനെയാണ് ISMന്റെ, MSMന്റെ, MGMന്റെ രൂപീകരണം. പണ്ഡിതന്മാരുടെ തീരുമാനം. ആ KM മൗലവിയുടെ തീരുമാനത്തെ തള്ളിക്കൊണ്ട് ഈ സംവിധാനങ്ങൾ വേണ്ട എന്ന് പറഞ്ഞ് തലമുറുന്ന പണ്ഡിതന്മാർ കേരളത്തിലെ ഇസ്ലാമിക ദഅവത്തിന് അനുകൂലമായി എടുത്ത തീരുമാനങ്ങളെ തള്ളിക്കൊണ്ടാണ് പോകുന്നത്. അതോടൊപ്പം ഹാക്കിമിയത്തുമായി ബന്ധപ്പെട്ട ജമാഅത്ത് സഹോദരങ്ങൾ ഇവിടെ അവതരിപ്പിച്ച ഹാക്കിമിയത്ത് നാം കൃത്യമായി മറുപടി പറഞ്ഞ് ഒന്നും തിരിച്ചു പറയാനില്ലാത്ത തരത്തിൽ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ രണാങ്കളത്തിലേക്ക് മുസ്ലിമുകളെ ഇറക്കിവിടാൻ വേണ്ടി ഖുർആനും ഹദീസും ഉപയോഗിച്ച് ഈ തെറ്റായ ഹാക്കിമിയത്തിൻ്റെ തെറ്റായ വിശദീകരണത്തിന് നാം അന്ന് മറുപടി പറഞ്ഞെങ്കിൽ ആ ഹാക്കിമിയത്ത് അത് ചർച്ച ചെയ്യേണ്ടതാണ്, പഠിക്കേണ്ടതാണ് എന്ന ഒറ്റപ്പെട്ട സ്വകാര്യങ്ങൾ നാം അവഗണിച്ചുവെങ്കിൽ അവഗണിക്കേണ്ടതല്ല എന്ന് കൃത്യമായി മനസ്സിലാകുന്ന രൂപത്തിൽ ഇന്ന് നേരത്തെ ഇവിടെ പ്രസംഗിച്ച ആ സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കുന്ന ഖുർആനിനെയും ഹദീസിനെയും ഇസ്ലാമിൻ്റെ ശത്രുക്കൾക്ക് കൊത്തിവലിക്കാൻ കാരണമാകുന്ന തരത്തിലുള്ള ആ സംസാരങ്ങൾ ഇന്ന് നെറ്റിൽ ലഭ്യമാണെങ്കിൽ, അതേപോലെ ഇന്ന് നെറ്റിൽ ലഭ്യമാണ് ജനാധിപത്യം ശിർക്കാണ്, കുഫറാണ്, ഇന്ത്യയെപ്പോലെയുള്ള രാജ്യത്തുള്ള മതനിരപേക്ഷ നിലപാടുകൾ അംഗീകരിക്കാൻ പറ്റില്ല എന്ന് ഖുർആനും ഹദീസും നേരത്തെ നമ്മുടെ സഹോദരങ്ങൾ ഏതൊരു ആയത്താണോ ദുർവ്യാഖ്യാനം ചെയ്തത് അതേ ആയത്ത് ദുർവ്യാഖ്യാനം ചെയ്ത് കേരളത്തിൽ അത് പ്രചരിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. അപ്പോൾ പിരിഞ്ഞു പോകുമ്പോൾ എഴുതി തന്ന കത്തിലുള്ളത് മാത്രമല്ല, അതിനപ്പുറത്തുള്ള ചില തെറ്റായ ചിന്താധാരകൾ കാലത്തിൻ്റെ ചവറ്റുകൊട്ടയിലേക്ക് പോയതിന് വീണ്ടും ജീവൻ നൽകുന്ന തരത്തിലുള്ള തിരിച്ചുവരവ് അവർ ശ്രമിച്ചിരുന്നുവെന്ന്. അതുപോലെ തന്നെ ഇഖ്തിലാത്ത്, പെൺകുട്ടികളും ആൺകുട്ടികളും ഒരു ക്ലാസ്സിലിരുന്ന് പഠിക്കുക ഒരിക്കലും പാടില്ല എന്ന് പറയുക മാത്രമല്ല, അങ്ങനെയുള്ള ക്ലാസ്സിൽ ഞാൻ ക്ലാസ് എടുത്താൽ അതിലൂടെ ഞാൻ വാങ്ങുന്ന ശമ്പളം ഹറാമാണ്, അത് ഹറാമിൻ്റെ സമ്പാദ്യമാണ്, അതുകൊണ്ട് ഞാൻ ജോലി രാജിവെക്കുന്നു എന്ന് കൃത്യമായി പറഞ്ഞുകൊണ്ട് ജോലി രാജിവെച്ചു. മറ്റുള്ളവർക്ക് ബാധകമല്ലേ എന്ന ചോദ്യം നിലനിൽക്കെ തന്നെ ഒരാൾക്ക് ജോലി രാജിവെക്കാം, ഒരാൾക്ക് ജോലിയിൽ ചേരാം, അത് അവരുടെ സ്വാതന്ത്ര്യം. പക്ഷേ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെ അതിലേക്ക് വലിച്ചു കൊണ്ടുവന്നാൽ, നേരത്തെ അഹ്ലുസുന്നത്തിൻ്റെ പണ്ഡിതന്മാർ ഇവിടെ ഉണ്ടായിരുന്നു. അക്കാലഘട്ടത്തിൽ സ്കൂളിൽ കുട്ടികളൊന്ന് എത്തിക്കിട്ടാൻ, കോളേജിലൊന്ന് എത്തിക്കിട്ടാൻ വേണ്ടി വയല് പറഞ്ഞവരാണ് നമ്മുടെ മുൻഗാമികളായ ആളുകൾ. അവരെ മുഴുവനും പുച്ഛിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ളൊരു നിലപാടിലേക്ക് വന്നപ്പോൾ സ്വാഭാവികമായും നമുക്ക് കൂടുതൽ ഗൗരവം മനസ്സിലായി. അതിനെയും ആശയപരമായി നാം എതിർക്കേണ്ടി വന്നു. അതുപോലെ തന്നെ ഈ വേദിയിൽ, നമ്മൾ ഈ സംസാരിക്കുന്ന ഈ വേദിയിൽ 6 മാസക്കാലം ഒന്നിച്ചുണ്ടായ സന്ദർഭത്തിൽ ഫോട്ടോഗ്രാഫി സംബന്ധിച്ച ഒരു ചോദ്യം വന്നു. ഗൾഫ് സംഗമത്തിലായിരുന്നു, ജിം എന്ന നമ്മുടെ പരിപാടിയിലായിരുന്നു ആ ചോദ്യം വന്നത്. ആ സന്ദർഭത്തിൽ ബഹുമാന്യനായ ഈ വ്യക്തിയും ഞാനും ഒന്നിച്ച് ആ ചോദ്യത്തിന് 2 പാർട്ടായി മറുപടി പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ചില സന്ദർഭത്തിൽ ഫോട്ടോഗ്രാഫി ഫർളാകും. ഉദാഹരണം പറഞ്ഞു, നമുക്ക് ഉളുഹിയത്തിന് വേണ്ടി ഗൾഫിൽ നിന്നും ഒരു ബലിമൃഗത്തെ അറുക്കാൻ പണം അയച്ചു തന്നു. ആ ബലിമൃഗത്തെ അറുത്തിട്ടുണ്ട് എന്ന് തന്ന ആൾക്ക് തെളിയിക്കാൻ നമ്മൾ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കേണ്ടി വരും. അത്തരം ഘട്ടങ്ങളിൽ ഫർള് വരെ ആകും എന്ന് പറഞ്ഞ വ്യക്തി പക്ഷേ പിന്നീട് പറയുന്നത് അത് പറ്റില്ല, ദഅവത്തിൻ്റെ മസ്ലഹത്തിന് പോലും പറ്റില്ല, വീഡിയോഗ്രാഫി പറ്റില്ല. അതേ സന്ദർഭത്തിൽ വലിയ പണ്ഡിതന്മാരായി അവതരിപ്പിക്കുകയും അവരുടെ ഫത്വകളെ കോട്ടിമാട്ടുകയും ചെയ്യുന്ന ആ പണ്ഡിതന്മാർ, ആലു ഷെയ്ഖിനെ പോലെയുള്ള, ഷെയ്ഖ് ഫൗസാനെ പോലെയുള്ള ആളുകൾ, അവർക്ക് ഔദ്യോഗികമായ ഫോട്ടോഗ്രാഫർമാരുണ്ട്. അവർ വീഡിയോ മെസ്സേജിലൂടെയാണ് ഇന്റർനാഷണൽ ഖുർആൻ കോൺഫറൻസിന് നമുക്ക് സന്ദേശം നൽകിയത്. വീഡിയോ മെസ്സേജിലൂടെയാണ്. അവരെക്കാളും വലിയ പണ്ഡിതന്മാരാണോ എന്ന് സ്വാഭാവികമായും ചിന്തിച്ചു പോകാവുന്നത് ആണല്ലോ സഹോദരങ്ങളെ. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഈ തെറ്റായ വാദങ്ങൾ പറഞ്ഞു എന്ന് മാത്രമല്ല, 2004 ഒരു സഹോദരൻ പിരിഞ്ഞുപോയി പുസ്തകം എഴുതി പറഞ്ഞ അതേ വാദം ഇവിടെ പണ്ഡിതന്മാരില്ല. അപ്പോൾ ഈ നാട്ടിലുള്ള ഖുത്ബകൾ, അവിടെ ഒന്നും ഖുത്ബ കേൾക്കാൻ പറ്റൂല, ഇന്ന സ്ഥലത്ത് തന്നെ ഖുത്ബ കേൾക്കണം. അപ്പോൾ അഹ്ലുസുന്നത്തിൻ്റെ ആശയം അംഗീകരിക്കുന്ന മുജാഹിദ് പള്ളികൾ ധാരാളം ഉണ്ടായിട്ടും
അവിടെ ഒന്നും കേൾക്കാൻ പറ്റില്ല. ഇന്ന സ്ഥലത്തൊരു പള്ളിയുണ്ട്, ഈ ആളുകൾ നേതൃത്വം നൽകുന്ന അവിടേക്ക് തന്നെ പോകണം. 2004 നാം എതിർത്ത ആ തഖ്ലീദിന്റെ ചിന്താഗതി വീണ്ടും തിരിച്ചു വരുന്നത് നാം കാണുകയായിരുന്നു. അങ്ങനെ മാത്രമല്ല, ദഅവത്ത് നടത്തുക എന്ന ഓരോ മുസ്ലിമിന്റെയും ബാധ്യത ഫത്വ കൊടുക്കലല്ല. തഫഖഹു ഫിദ്ദീൻ, ദീൻ അഗാധമായി പഠിച്ചവരാണ് ഫത്വ കൊടുക്കേണ്ടത്. എന്നാൽ ലോകത്തുള്ള ഓരോ മുസ്ലിമിനും ഫത്വ കൊടുക്കാൻ പറ്റിയൊരു വിഷയമുണ്ട് ഇവിടെ. ഏതാണ് വിഷയം? ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനല്ലാതെ ആരാധ്യനില്ല. ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ അജ്മീറിന്റെ ജാറത്തിന്റെ ഫോട്ടോയുണ്ട്. അവിടെ ഇരുന്ന് എന്താ ഉമ്മ കാണുന്നത്? അതൊന്നുമില്ല, അത് അജ്മീറിന് എന്തിനാ ഉമ്മാടെ വെച്ചത്? ഒരു ബർക്കത്ത് കിട്ടാൻ. എങ്ങനെ ഉമ്മ ബർക്കത്ത് കിട്ടുക? ഒരൊക്കെ മഹാന്മാരല്ലേ. അവിടെ ഇരുന്ന് ഉമ്മ മരിച്ചോല് കേൾക്കൂല. മഹാന്മാരെ സ്നേഹിക്കണം. എങ്ങനെ? മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉമ്മ സ്നേഹിക്കുന്നില്ലേ? ഞാൻ സ്നേഹിക്കുന്നില്ലേ? വരാൻ പോകുന്ന മഗ്‌രിബിന് റസൂലുള്ളാഹിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടല്ലേ റസൂലുള്ളാഹിക്ക് വേണ്ടി ഉമ്മ ഞാനും നിങ്ങൾ ദ്വാരക്കണം. അതുകൊണ്ട് അജ്മീറിലെ ഷെയ്ഖിനോട് ദ്വാരക്കാൻ പറ്റുമോ? നമ്മൾ മദ്രസ പഠിച്ചിട്ടില്ല ഉമ്മ. അതെ, 3 സ്ഥലത്തേക്ക് മാത്രമേ പുണ്യയാത്ര പാടുള്ളൂ, ആ 3 പള്ളികളിലേക്കല്ലേ എന്ന് പറഞ്ഞ് നമുക്കറിയാവുന്ന രൂപത്തിൽ. അതുകൊണ്ട് ഉമ്മ ഇതെടുത്തു മാറ്റണമെന്ന് പറയാൻ ഒരു ഇൽമു മതി. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. കാര്യം നീ അറിയണം, നീ പഠിക്കണം, നീ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനല്ലാതെ ആരാധ്യനില്ല. ഇതാണ് നമ്മുടെ മുഖ്യ ആദർശം. ഇത് പറയുന്ന യുവാക്കളെ ഇൽമില്ല കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ഡോർ ടു ഡോറിന് പോകരുത്. നിങ്ങൾക്ക് ദഅവത്ത് നടത്താൻ അവകാശമില്ല. പഠിക്കൂ എന്ന് പറഞ്ഞ് അവരെ കമ്പ്യൂട്ടറിന്റെ മുമ്പിലേക്ക് കൊണ്ടുപോയി ഒറ്റപ്പെടുത്തി അരക്ഷിതാവസ്ഥയുണ്ടാക്കി. 2004 ചെറിയ രൂപത്തിലുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ വലിയ രൂപത്തിൽ കൊണ്ടുവരാനുള്ള ശ്രമം ഈ കാലഘട്ടത്തിൽ 2003 നവംബർ ആ കാലഘട്ടത്തിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായി ശക്തമായി ശ്രമിക്കുകയായിരുന്നു. അങ്ങനെ ദഅവ പ്രവർത്തനങ്ങളിൽ നിന്നും യുവാക്കളെ മാറ്റി നിർത്തുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുപോയി. എന്നിട്ടോ ഇവിടെ നടക്കുന്ന ദഅവത്ത് നമുക്കറിയാം. 2004 അന്യമത ഗ്രന്ഥങ്ങൾ ഉദ്ധരിക്കാൻ പാടില്ല. ബഹുസ്വര സമൂഹത്തിൽ ആവശ്യമായ ഘട്ടങ്ങളിൽ അന്യമതസ്ഥരുടെ അവരുടെ വേദഗ്രന്ഥങ്ങളിലുള്ള പരാമർശങ്ങൾ ഏകദൈവ ആരാധന പറയാൻ ഉപയോഗിക്കാമെന്ന് നമ്മുടെ വേദിയിലുള്ള ഷമീർ മദീനിയാണ് ആ പുസ്തകം എഴുതിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകുമാറാകട്ടെ. അന്ന് പറഞ്ഞ അതേ പ്രമാണം വെച്ചുകൊണ്ട് നാം പറഞ്ഞു അല്ലേ. അപ്പോൾ അവിടെ പ്രമാണങ്ങളെ ഇവർ മറച്ചു വച്ചു. അതെ, ഹദീസു മിൻ ബനി ഇസ്രായേലിനെ നിങ്ങൾ ഉദ്ധരിച്ചോളൂ എന്ന ഹദീസിനെ മറച്ചു വെച്ചുകൊണ്ട് ചില കാര്യങ്ങൾ മാത്രം എടുത്തുദ്ധരിച്ച് യുവാക്കളെ തെറ്റിദ്ധരിപ്പിച്ചു. അങ്ങനെ അമുസ്ലിങ്ങളിലേക്ക് മക്തി തങ്ങളുടെ കാലം മുതൽ തുടങ്ങി വെച്ച് ആ ശക്തമായ ദഅവത്തിന്റെ തുടർച്ചയെ ഇല്ലാതാക്കുവാനുള്ള വേദനാജനകമായ അവസ്ഥകൾ നാട്ടിലുണ്ടായി. മാത്രമല്ല, ക്ഷേത്ര കമ്മിറ്റികൾ ക്ഷണിച്ച് ആ ക്ഷേത്രത്തിൽ ചെന്ന് അവിടുത്തെ ആരാധനയുടെ ഭാഗമായി നിലവിളക്ക് കത്തിക്കുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഏകദൈവാരാധകനായ മുജാഹിദ് പ്രബോധകൻ പിന്നിലെ സീറ്റിലിരിക്കുന്നു, എഴുന്നേൽക്കുന്നില്ല, അവിടെ തന്നെ ഇരിക്കുന്നു. പ്രഭാഷണത്തിന് വിളിച്ചപ്പോൾ അവിടെ കൂടിയ ആയിരക്കണക്കിന് മുസ്ലിങ്ങളോട് ചോദിക്കുന്നു, സഹോദരങ്ങളെ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും, എന്തുകൊണ്ട് എന്നെ നിലവിളക്ക് കത്തിക്കാൻ നിങ്ങൾ കണ്ടില്ല? അതിനൊരു കാരണമുണ്ട്. നിങ്ങൾ ആരാധിക്കുന്ന ഈ തീയിൻ്റെ സർട്ടാവിനെയാണ് ഞാൻ ആരാധിക്കുന്നത്. മുഹമ്മദ് നബിയെ പോലും ആരാധിക്കാത്തവനാണ്. അതുകൊണ്ട് ഒരു തെറ്റിദ്ധാരണയും ഉണ്ടാകരുത് കേട്ടോ എന്ന് പറഞ്ഞപ്പോ ആ ക്ഷേത്രാങ്കണത്തിൽ വെച്ച് ഇവൻ വർഗീയവാദിയാണെന്നല്ല പറഞ്ഞത്, മറിച്ച് ഇവൻ ആത്മാർത്ഥതയുള്ളവനാ എന്നാ പറഞ്ഞത്. അങ്ങനെ ക്ഷേത്രങ്ങളിൽ നടന്ന തൗഹീദ് പ്രഭാഷണങ്ങളെ കൊച്ചാക്കാനും അത് ഇസ്ലാമല്ലെന്നും അത് തൗഹീദല്ലെന്നും സലഫിയത്തല്ലെന്നും മാനുഷികമായി വരുന്ന അബദ്ധങ്ങൾ പറഞ്ഞാലുടൻ തിരുത്തുന്ന അബദ്ധങ്ങളെ പർവ്വതീകരിച്ച് അത്തരം അവസ്ഥകളെ ഇല്ലാതാക്കുവാനുമുള്ള പരിശ്രമങ്ങൾ ഉണ്ടായി. നമ്മുടെ വേദികളിൽ അമുസ്ലിങ്ങളായ നേതാക്കന്മാർ വന്ന് നമ്മുടെ ഈ പ്രവർത്തനം ഇന്ത്യ രാജ്യത്തിന് അനിവാര്യമാണ്, കേരളത്തിൽ തീവ്രവാദവും വർഗീയവാദവും ഇല്ലാതാകുന്നതിന് വേണ്ടി നിങ്ങളുടെ പരിശ്രമം വിലപ്പെട്ടതാണെന്നും തുറന്നു പറഞ്ഞ നമ്മുടെ നാട്ടിലെ വിവിധ മുഖ്യമന്ത്രിമാർ, കേന്ദ്രമന്ത്രിമാർ അവരെല്ലാവരും വരുന്നത് സലഫിയത്തല്ല, അവരെ ബഹുമാനപ്പെട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞു. കാഫിറിനെ ബഹുമാനപ്പെട്ട എന്ന് പറയാൻ പറ്റുമോ? മറുപടി കൊടുത്തില്ലേ. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് എഴുതിയ കത്തുകളിൽ അമുസ്ലിം ഭരണാധികാരികളെ ബഹുമാനിച്ചുകൊണ്ട് എഴുതിയ വാചകങ്ങൾ കേരളത്തിൽ ഖണ്ഡനങ്ങളായി നാം പറയേണ്ടി വന്നു. ഇത്തരത്തിലുള്ള ഒട്ടേറെ കാര്യങ്ങൾ മാത്രമല്ല, അഖീദയിലും മൻഹജിലും ദഅവാ സമിതിയുമായി
പിന്നീട് വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ എന്ന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയ നമ്മളുമായി അഭിപ്രായ വ്യത്യാസമുണ്ടെന്നും അഹ്ലുൽ ഖിബ്ലയായി മാത്രമേ ഞാൻ മുമ്പുള്ള ദഅവാ സമിതിയെ പരിഗണിച്ചുകൂടൂ, അവരുള്ള സ്ഥലത്ത് കഴിയുമെങ്കിൽ വേറെ ജുമുഅ തുടങ്ങണം എന്നുവരെ പറയുന്ന അവസ്ഥയിലേക്ക് എത്തി. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, കണ്ണൂരിൽ ഇവരുമായി ബന്ധപ്പെട്ട ഖണ്ഡനം നടന്നു, പെരിന്തൽമണ്ണയിൽ നടന്നു, തൃശ്ശൂരിൽ നടന്നു, കോഴിക്കോട്ട് നടന്നു. കേരളത്തിലെ മുഖ്യമായ പല സ്ഥലങ്ങളിലും ഇവർ ഉയർത്തിവിട്ട വാദങ്ങൾക്ക് നാം ഖണ്ഡനം പറഞ്ഞു. ഇന്നും അവരുടെ പ്രസംഗങ്ങൾ നെറ്റിൽ കേൾക്കാം. നമ്മുടേത് ചിലത് കേൾക്കാം, ചിലത് കേൾക്കാൻ സാധ്യമല്ല. കാരണം ചിലതൊക്കെ അത് അവഗണിച്ചാൽ മതി എന്നതുകൊണ്ട് നമ്മുടെ പ്രവർത്തകരെ പഠിപ്പിക്കുകയായിരുന്നു. അതേ സന്ദർഭത്തിൽ തന്നെ ഇവരുമായി ഖണ്ഡനം മാത്രമല്ല, മുഖാമുഖം നടത്തേണ്ടി വന്നു. കേച്ചേരിയിൽ 2014 അസുഖം ബാധിച്ചവരെയും 2013 സ്വലാഹിയോടൊപ്പം പിരിഞ്ഞുപോയ ആളുകൾ അവർക്കുള്ള സംശയങ്ങൾ തീർക്കാൻ വേണ്ടി കേച്ചേരിയിൽ ദീർഘമായി നീണ്ടുനിന്ന മുഖാമുഖം നടന്നു. എടരിക്കോട് മുഖാമുഖത്തിൽ സ്വലാഹിയുടെ ക്ലിപ്പ് കേൾപ്പിച്ചുകൊണ്ട് അവിടെയും മുഖാമുഖം നടന്നു. ഇങ്ങനെ നേരത്തെ പിരിഞ്ഞുപോയ ആളുകളോട് നടത്തിയതുപോലെ തന്നെ ഈ അതിവാദവുമായി രംഗത്ത് വന്ന ഈ ആളുകൾ, അതിവാദം എന്ന് ഞാൻ പറയുന്നത് ഒരിക്കലും അധികപ്പറ്റല്ല എന്ന് ബഹുമാന്യനായ ഫൈസൽ മൗലവിയുടെയും ഷമീർ മദീനിയുടെയും സംസാരത്തിലൂടെ നമുക്ക് ബോധ്യമായിട്ടുണ്ടാകുമല്ലോ. ആ പദം മുഖേന നമ്മുടെ സഹോദരങ്ങൾക്ക് വിഷമമുണ്ടാവുക വഴി അവർ ചിന്തിച്ച് യഥാർത്ഥ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിലേക്ക് തിരിച്ചു വരാൻ കാരണമാകണമെന്നാണ് നമ്മുടെ ആഗ്രഹം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇങ്ങനെ തെറ്റായ ചിന്താഗതികളുമായി പോയപ്പോൾ 2014 ജനുവരി 1 തലശ്ശേരിയിൽ CD ടവർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ആളുകളുടെ ഒരു സംസ്ഥാന പരിപാടി നടക്കുകയാണ്. ആ സംസ്ഥാന പരിപാടിയിൽ വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷനായി ഇപ്പോൾ പ്രവർത്തിക്കുന്ന, അന്ന് ദഅവാ സമിതിയായി പ്രവർത്തിച്ച നമ്മുടെ പണ്ഡിതന്മാരുടെ ക്ലിപ്പുകൾ നമ്മുടെ പണ്ഡിതന്മാരെ കുറിച്ച് ഈ ആളുകൾ, ബഹുമാന്യനായ സക്കരിയ സ്വലാഹിയും അതേപോലെ അബ്ദുർ റഊഫ് നദവിയെ പോലെയുള്ള ആളുകൾ നടത്തിയ പ്രസംഗങ്ങളുടെ ക്ലിപ്പുകൾ ഇട്ടുകൊണ്ട് ആഘോഷിക്കുന്ന അവസ്ഥയിൽ, അതേ ശത്രുവിൻ്റെ ശത്രുമിത്രം എന്ന അർത്ഥത്തിൽ ആ ക്ലിപ്പുകൾ വരെ ഉപയോഗിച്ച് നമ്മുടെ പണ്ഡിതന്മാരെ വ്യക്തിഹത്യ ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരെ ക്ലിപ്പുകൾ എത്തിയത് നമ്മൾ ഓർക്കുന്നുണ്ടാകുമല്ലോ. ഇത് ഞാൻ പറഞ്ഞത് സഹോദരങ്ങളെ, ഈ വിഷയങ്ങൾ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവർ തന്നെ കത്തെഴുതി വ്യത്യാസം വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രവർത്തന രംഗത്ത്, നമ്മുടെ ദഅവാ രംഗത്ത് നമ്മുടെ പ്രവർത്തനങ്ങളെ സലഫിയത്തില്ലെന്ന് പറഞ്ഞ് കൃത്യമായി അവർ പറഞ്ഞിട്ടുണ്ട്. ഏതുവരെ കോഴിക്കോട് വിവാദ പ്രസംഗം നടത്തിയ, അത് എഴുതിയ ആളല്ല വിവാദമുണ്ടാക്കിയത്, മറിച്ച് പറഞ്ഞ ആളാണ് വിവാദമുണ്ടാക്കിയത്. ആ വിവാദ പ്രസംഗം നടത്തിയ ആ വ്യക്തി ഒരു സുപ്രഭാതത്തിൽ കണ്ണൂർ സലഫി പള്ളിയിലേക്ക് ഖതീബായി വരികയാണ്. അന്ന് വരെ അവിടെ ഉണ്ടായിരുന്നത് KNMന്റെ യഥാർത്ഥ ആദർശത്തിൽ നിലനിൽക്കണം, ശുദ്ധീകരണത്തോടൊപ്പമാണ് ഞങ്ങൾ, ഹക്കിനോടൊപ്പമാണ് ഞങ്ങൾ എന്ന് പറയുന്ന കമ്മിറ്റിയായിരുന്നു. പക്ഷേ പെട്ടെന്ന് ഈ വ്യക്തി അവിടേക്ക് കടന്നു വന്ന് ചില ബാഹ്യശക്തികളുടെ പിന്തുണ ലഭിച്ച് പള്ളിയിൽ അടിയുണ്ടായി, പള്ളിയിൽ അക്രമമുണ്ടായി. ആ തരത്തിലുള്ള വിഷമകരമായ അവസ്ഥ വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷന്, ദഅവാ സമിതിക്ക് ഉണ്ടാക്കി തീർത്ത് ഇന്നും തലശ്ശേരി കോടതിയിൽ ആ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വിഭാഗവുമായി ബന്ധപ്പെട്ട് കേസ് നടക്കുകയാണ്. നമുക്ക് ഏറെ വിഷമം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ നടത്തിക്കൊണ്ടിരുന്ന പള്ളി, ആ പള്ളി ഈ അതിവാദക്കാരുടെ കയ്യിലേക്ക് എത്തിച്ചേരാൻ, നമ്മളെ പുറത്താക്കാൻ ആവശ്യമായ അവിശ്വാസ പ്രമേയത്തിന് അനുമതി നൽകിക്കൊണ്ട് കേരള നദ്വത്തുൽ മുജാഹിദീൻ KNMന്റെ കണ്ണൂർ മണ്ഡലം കമ്മിറ്റിയുടെ ലെറ്റർ പേഡ് നമ്മെ പുറത്താക്കാൻ ഇപ്പോൾ ഈ പ്രസംഗിച്ച വ്യക്തി അടക്കമുള്ള ആളുകൾക്ക് അനുകൂലമായി നമ്മുടെ CD ടവർ വിഭാഗം കൊടുത്തല്ലോ എന്നാലോചിക്കുമ്പോൾ വല്ലാത്തൊരു വിഷമവും സങ്കടവുമുണ്ട്. കാരണം അവിടെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ശബ്ദം ഉച്ചത്തിലാകുന്നതിന് പകരം ഇത്തരത്തിലുള്ള ക്ലാസുകളും യുവാക്കളെ അതിവാദത്തിലേക്ക് കൊണ്ടുപോകുന്ന അവസ്ഥയിലേക്കും എത്തിക്കുന്നതിന് എന്തുകൊണ്ട് സാഹചര്യം ഒരുക്കി എന്നതിൽ നമുക്ക് വിഷമമുണ്ട് സഹോദരങ്ങളെ. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഞാൻ കേൾപ്പിക്കുവാൻ കാരണം, ദഅവാ രംഗത്ത് മുന്നോട്ട് പോകുമ്പോൾ ഈ പുതിയ പ്രതിസന്ധിയിൽ ഇന്ന് വരെ നമ്മൾ ഖണ്ഡനങ്ങൾ നടത്തിയ, മുഖാമുഖങ്ങൾ നടത്തിയ, ഇന്നിതാ വീണ്ടും ഒരു മുഖാമുഖം അല്ലെങ്കിൽ ഒരു ഖണ്ഡനം ചരിത്രത്തിൻ്റെ ഭാഗമായി മാറിയിരിക്കുകയാണ്. ഇവിടെയൊക്കെയും അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത്, യഥാർത്ഥ സലഫിയത്ത് മാത്രമാണ് നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹം. ഇവിടെ
സംസാരിച്ച ഏതെങ്കിലും ഒരു വ്യക്തി, ഈ പരാമർശങ്ങളിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ വ്യക്തിപരമായി തേജോവധം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ വെച്ച് മാപ്പ് പറയും. കാരണം അത് സലഫിയത്തല്ല, അത് സലഫിയത്തിന് എതിരാണ്. വ്യക്തിഹത്യ നമുക്ക് പാടില്ല. നമുക്ക് ആദർശത്തോടാണ് സ്നേഹം. ഇന്ന് ആദർശത്തോടൊപ്പമുള്ളവർ നാളെ പോയാൽ അവരെ നമ്മൾ വെറുക്കും. എന്തിൻ്റെ പേരിൽ? ആദർശത്തിൻ്റെ പേരിൽ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് വല്ലാത്ത സന്തോഷമുണ്ട്. അന്ന് KM മൗലവിയുടെ ഫോട്ടോ എടുത്തു കൊടുത്തപ്പോൾ നീണ്ട താടിയുണ്ടായിരുന്നു. ഇന്ന് ആ താടിയെ അതിൻ്റെ പാരമ്പര്യം അവകാശപ്പെടുന്നവർ പരിഹസിക്കുമ്പോൾ ആ പരിഹാസം ചെന്ന് പതിക്കുന്നത് KNMന്റെ ഒന്നാമത്തെ പ്രസിഡന്റിലാണെന്നറിയുമ്പോൾ അതിന് മറുപടി പറയുന്ന നമ്മളാണ് KN മൗലവി ഒഴിവിച്ച ആ യഥാർത്ഥ സലഫിയത്തിലുള്ളത് എന്നതിൻ്റെ വ്യക്തമായ തിരിച്ചറിവ് നമുക്കുണ്ടാകണം. വാദിക്കാനും ജയിക്കാനുമല്ല, മറിച്ച് നമ്മുടെ പരലോകം സുരക്ഷിതമാകാൻ. അതുകൊണ്ട് സഹോദരങ്ങളെ, ലോകത്തുടനീളം ഇസ്ലാമിനെയാണ് സാമ്രാജ്യത്വ ശക്തികൾ ഉന്നം വെക്കുന്നത്. ഇസ്ലാമിനെയാണ്. ഇസ്ലാമിനെ നേരെ അങ്ങ് പറഞ്ഞാൽ അവിടെ മുസ്ലിമീങ്ങൾ ഒന്നിച്ച് സംഘടിക്കും. അതിനെന്ത് ചെയ്തു? ഇസ്ലാമിൽ തന്നെയുള്ള ആളുകളാണെന്ന് അവകാശപ്പെടുന്നു ഖാദിയാനികളും ഷിയാക്കളും അതുപോലെയുള്ള കക്ഷികളൊക്കെ. അവരെയൊക്കെ വെറുതെ വിട്ടിട്ട് സലഫിയത്തിനെ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെ തന്നെ നേരെ ടാർഗറ്റ് ചെയ്യാൻ അമേരിക്ക ശ്രമിച്ചതിൻ്റെ ഫലമാണ് ഉസാമ ബിൻ ലാദൻ സലഫിയാണ് എന്ന് പറഞ്ഞത്. കൃത്യമായ മറുപടി. സൗദി അറേബ്യയുടെ പൗരത്വം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് സൗദിയുടെ പൗരത്വം വലിച്ചെറിഞ്ഞ, അങ്ങനെ ആ ആശയം സ്വീകരിച്ചുകൊണ്ട് പോയ സലഫിയത്തിൻ്റെ ശത്രുവായിരുന്നു ഉസാമ ബിൻ ലാദൻ എന്ന് വൈജ്ഞാനികമായി തെളിയിക്കാൻ നമുക്ക് സാധിച്ചു. വീണ്ടും അത്തരത്തിലുള്ള പരിശ്രമങ്ങൾ നടക്കുമ്പോൾ നാം തിരിച്ചറിയുക, ഇറാനെതിരെയുള്ള അമേരിക്കയുടെ ഉപരോധം പിൻവലിച്ചു. എന്തുകൊണ്ട് വാർത്തയായില്ല? പഠിക്കണം നമ്മൾ. അവിടെയാണ് ഹൂത്തികൾക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം. സൗദിയുടെ നേതൃത്വത്തിലുള്ള സഖ്യകക്ഷികൾ ഹൂത്തികൾക്കെതിരെ യുദ്ധം നടത്തുമ്പോൾ ഹഫറുൽ ബാത്തിൻ എന്ന് പറയുന്ന മഹാനായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു പേർഷ്യൻ സാമ്രാജ്യത്തിനെതിരെ ആ സൈനിക നീക്കത്തിന് തുടക്കം കുറിച്ച അതേ സ്ഥലത്ത് വെച്ച് 20 രാഷ്ട്രങ്ങളുടെ സൈനിക പരിശീലനം നടത്തിയിട്ട് സൗദി മുന്നറിയിപ്പ് കൊടുത്തത് വൈറ്റ് ഹൗസിന് കൂടിയാണ് എന്ന തിരിച്ചറിവ് ലോകത്ത് ബുദ്ധിയുള്ളവർക്കുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഹറമുകളാണ് ഇവരുടെ ലക്ഷ്യം. അതെ, ഹറമുകളെ തകർക്കണമെങ്കിൽ, സൗദിയെ തകർക്കണമെങ്കിൽ അവിടെ തീവ്രവാദമുണ്ട് എന്ന് വരുത്തി തീർക്കണം. അതാണ് സലഫിയത്ത് തീവ്രവാദമാണ് എന്ന് പറയുന്നതിൻ്റെ പിന്നിലുള്ളത്. അത് തിരിച്ചറിയാൻ ലോകത്ത് മുസ്ലിമീങ്ങൾക്ക് അതിവേഗം സാധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ദൗത്യം കൃത്യമായി നമ്മൾ നിർവഹിക്കുക. ഇറാഖിൽ അണുബോംബുണ്ട് എന്ന പച്ചക്കള്ളം പറഞ്ഞുകൊണ്ടാണ് ആ രാജ്യത്തെ തകർത്തതെങ്കിൽ സലഫിയത്ത് അഥവാ അഹ്ലുസുന്നത്തി വൽ ജമാഅ തീവ്രവാദമാണ് എന്ന ആ അതേ പച്ചക്കള്ളം വീണ്ടും ആവർത്തിച്ചുകൊണ്ടാണ് ഇവിടെ പ്രശ്നങ്ങൾ സാമ്രാജ്യത്വ ശക്തികൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് അറിയാതെ പോലും ഒരു പടക്കം ഇസ്രായേലിലേക്ക് പോകാത്തത്. അതുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനം ISന്റെ പ്രശ്നം ഒന്നാമത് വന്നപ്പോൾ ഇന്ന് കുട്ടികൾ എവിടെ വെച്ച് പോയോ അതേ കാസർഗോഡ് ജില്ലയിൽ നടന്ന MSMന്റെ പ്രോഫ്കോണിൽ ബഹുമാന്യനായ അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള അൽ മദീനി, അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ, മണിക്കൂറുകളോളം കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. IS ഹവാരിജാണ്. കാസർഗോഡ് ജില്ലയിൽ ലൈവായി ചാനലുകൾ കൃത്യമായി അത് കാണിച്ചു. ഇന്നും അത് സാക്ഷിയായി നിൽക്കുന്നു. വീണ്ടും ISന്റെ പ്രശ്നം വന്നപ്പോൾ IS മതവിരുദ്ധമാണ്, മാനവ വിരുദ്ധമാണെന്ന് പറഞ്ഞുകൊണ്ട് വമ്പിച്ച ക്യാമ്പയിൻ കേരളത്തിന് നൽകി. സലഫി എന്ന് പഠിച്ചതുപോലെ ഹവാരിജ് എന്ന പദം ഇവിടുത്തെ മീഡിയകളെ പോലും പഠിപ്പിക്കുവാൻ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ആദർശ മുന്നേറ്റത്തിന് സാധിച്ചു. ഇതാ ഈ തരത്തിലുള്ള തെറ്റായ പ്രസംഗങ്ങൾ വരുന്നതിന് മുമ്പ് ആഗസ്റ്റ് 28-ാം തീയതി മഞ്ചേശ്വരത്ത് വെച്ച് വർഗീയ ധ്രുവീകരണത്തിനെതിരെ ബഹുജന കൂട്ടായ്മയോടുകൂടി നമ്മുടെ വിസ്ഡം മൊബൈൽ അതിൻ്റെ പ്രയാണം ആരംഭിച്ചു. കാലത്തിനാവശ്യമെന്ത് അത് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുക്കുവാൻ ഇവിടെയുണ്ട് ഒരു സംഘം. മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഒരു ഭിന്നിപ്പ്, ഒരു പ്രശ്നവും ഇല്ലെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ എന്താ ചെയ്യുക? അത് ചെയ്യുന്ന ഒരു പ്രവർത്തനം ഏറ്റെടുക്കാനുള്ള മഹാഭാഗ്യം സഹോദരങ്ങളെ നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് സന്തോഷിക്കുക. നമുക്ക് വിഷമങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകും. ഹക്ക് പറയുന്നതിൻ്റെ പേരിൽ ഉറച്ചു വിശ്വസിക്കുക. അതുകൊണ്ട് ഹക്ക് കൈപ്പുള്ളതാണ്. ഖുലിൽ ഹക്ക് വലൗ കാന മുർറാ, നീ സത്യം പറയുക, അതെത്ര കൈപ്പുള്ളതാണെങ്കിലും. അതുകൊണ്ട് ഈ മാർഗത്തിൽ നമ്മൾ ശക്തമായി മുന്നോട്ട് പോവുക. ഇത് ഏറ്റെടുക്കാൻ നമ്മൾ മാത്രമേയുള്ളൂ. അടുത്ത ദിവസങ്ങളിൽ എന്താണ് സലഫിയത്ത് എന്ന്, യഥാർത്ഥ ഇസ്ലാം എന്താണെന്ന് ഈ നാടിനെ പഠിപ്പിക്കാനുള്ള
ബാധ്യത എനിക്കും നിങ്ങൾക്കുണ്ട്. ആ ഉത്തരവാദിത്തം നാം നിർവഹിക്കുക. തീവ്രവാദത്തിൻ്റെ വിത്തുകളുമായി വർഷങ്ങൾക്ക് മുമ്പ് NDF വന്നപ്പോൾ, ISS വന്നപ്പോൾ അന്ന് ആശയപരമായി നമ്മൾ അതിനെ എതിർത്തിരുന്നു. അതിൻ്റെ ഗുണം ഈ നാട് അനുഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ തുടർച്ച ഇപ്പോൾ IS-നെ സലഫികളുമായി കൂട്ടിക്കെട്ടാൻ ആകെ പറയുന്ന ഒരു തെളിവ്, അവർ ഖബറാരാധനയെ എതിർക്കുന്നു, അതുകൊണ്ട് അവരെല്ലാവരും സലഫികൾ. അങ്ങനെയാണെങ്കിൽ ചേകനൂർ മൗലവി നമസ്കാരം 3 പറഞ്ഞ ഹദീസുകളെ കൂട്ടത്തോടെ നിഷേധിച്ച ചേകനൂർ മൗലവി, അദ്ദേഹം ഖബറാരാധനയെ എതിർത്തിരുന്നില്ലേ? ഖാദിയാനികളിൽ വലിയൊരു വിഭാഗം ഖബറാരാധനയെ എതിർക്കുന്നില്ലേ? ഖബറാരാധനയെ എതിർത്തു എന്നതുകൊണ്ട് മാത്രം എങ്ങനെ സലഫിയാകുന്നത്? നിസ്കാരം 3 പറഞ്ഞാൽ സലഫിയാകുമോ? അതുകൊണ്ട് സഹോദരങ്ങളെ, സലഫിയത്തിനെ കുറിച്ച് പഠിക്കേണ്ടിയിരിക്കുന്നു, പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഈ ദൗത്യ നിർവഹണത്തിൻ്റെ ഭാഗമായി അടുത്ത ദിവസങ്ങളിൽ മണ്ഡലം തലങ്ങളിൽ സുബധം എന്ന പേരിൽ ഈ നാട്ടിലെ ജനങ്ങളെ യഥാർത്ഥ ഇസ്ലാം പഠിപ്പിക്കാൻ, തീവ്രവാദത്തിനെതിരെ, വർഗീയ ധ്രുവീകരണത്തിനെതിരെ, അഹ്ലുസുന്നയുടെ ആശയങ്ങളെ വികലമാക്കുന്നതിനെതിരെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് കൃത്യമായി വിഷയം പഠിപ്പിക്കാൻ സുബധം എന്ന പേരിൽ 100ഓളം മണ്ഡലങ്ങളിൽ ഇൻഷാ അല്ലാഹ് പരിപാടികൾ തുടരുകയാണ്. ജില്ലാ തലങ്ങളിൽ വരികയാണ്. നമ്മുടെ യുവജന വിഭാഗമായ ഇസ്മിന്റെ പേരിൽ ഹദീസ് സെമിനാറുകളിൽ ഈ അടുത്ത 18-ാം തീയതിയും 25-ാം തീയതിയും ഒക്കെ വ്യാപകമായി വരികയാണ്. അതേ കേരളത്തിലെ മുജാഹിദുകൾ അവർ നിർവഹിക്കേണ്ട ദൗത്യം നിർവഹിച്ച് നാം മുന്നോട്ട് പോകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദൗത്യ നിർവഹണത്തെ വിജയിപ്പിക്കുമാറാകട്ടെ. നമ്മുടെ കരങ്ങൾക്ക് അല്ലാഹു ശക്തി പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ ദീനിന്, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്, സലഫിയ്യത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് ഈ ലോകത്ത് ജീവിക്കാനും അങ്ങനെ തന്നെ ഈ ലോകത്തോട് വിട പറയാനും അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെയും കുടുംബത്തിൻ്റെയും ത്യാഗസ്മരണകൾ അനുസ്മരിക്കുന്ന ഹജ്ജും പെരുന്നാളും മുന്നിലേക്ക് വരുമ്പോൾ ഈ പുണ്യ ദിവസങ്ങളിൽ നാളെയുള്ള അറഫ നോമ്പ്, അതിൻ്റെ പ്രതിഫലം ലഭിക്കുന്ന രൂപത്തിൽ ആ അറഫ നോമ്പ് നോൽക്കാൻ നമുക്ക് അല്ലാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. ഹജ്ജുമായി ബന്ധപ്പെട്ട എല്ലാ ചടങ്ങുകളും ഭംഗിയായി നിർവഹിക്കുവാനും യാതൊരു പ്രയാസങ്ങളുമില്ലാതെ ഹജ്ജ് കർമ്മം പൂർത്തിയാക്കുവാനും റബ്ബേ നീ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ. ഹാജിമാർക്ക് സന്തോഷപൂർവ്വം തിരിച്ചു വരാനുള്ള തൗഫീക്ക് നൽകി നീ അനുഗ്രഹിക്കണമേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.